ഹായ്, ഞാൻ റസൂൽ പൂക്കുട്ടി. ഐ ആം ആൻ ഓർഡിനറി മാൻ ത്രോൺ ഇൻ ദി എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. അങ്ങനെയാണ് ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചത് വിളക്കുപാറ എന്ന് പറയുന്നൊരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അത് അഞ്ചൽ പട്ടണത്തിൽ നിന്നൊരു 11 കിലോമീറ്റർ ദൂരെയാണ്. അതൊരു പണ്ടൊരു വലിയ വനമായിരുന്നത്. എരൂറിന് ശേഷം അത് വലിയ വനമാണ്. അതൊരു 70,000 ഹെക്ടർ ഓഫ് അത് വനം വെട്ടിത്തെളിച്ചിട്ട് അവിടെ എണ്ണപ്പന ഓയിൽ പാം ഇന്ത്യൻ്റെ ഒരു വലിയ ഫാക്ടറി ഉണ്ട്. അതുണ്ടാക്കുകയാണ് ചെയ്തത്. അന്നത്തെ കൂപ്പ് നടത്തിയിരുന്നതാണ് എൻ്റെ ഉമ്മയുടെ ബാപ്പയൊക്കെ. അങ്ങനെയാണ് ഞങ്ങളവിടെ ഒരു കുറേ സ്ഥലം പതിച്ച് കിട്ടുകയും ബാപ്പ കായംകുളത്തു നിന്നാണ്. ബാപ്പയാണ് കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് ഫോം ചെയ്യുന്നത്. KCT എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ ഓടുന്ന. ബാപ്പ തുടങ്ങുമ്പോൾ ഒരു ബസ് മറ്റുമാണ്. ഉമ്മ പറയുന്നത് ഉമ്മയുടെ താലിയും പിന്നെ ആടിനെയും ഒക്കെ വിറ്റ് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ബാപ്പ ആദ്യത്തെ ബസ് വാങ്ങിയെന്ന് പറഞ്ഞത്. ബാപ്പ അവിടെ നിന്ന് റിട്ടയർ ആകുമ്പോൾ അവർക്ക് 99 ബസ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കി മാനേജ് ചെയ്ത് നടത്തുന്നൊരു കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ടാണ് KCT. അന്നത്തെ കാലഘട്ടത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മധ്യ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസം ഉടലെടുക്കുന്നതൊക്കെ എൻ്റെ ബാപ്പയുടെ കുടുംബത്തിലൊക്കെയാണ്. തോപ്പിൽ വാസിയൊക്കെ വീട്ടിൽ ഒളിവിലിരുന്നിട്ടുണ്ട്. പിന്നെ പാർട്ടി സ്പ്ലിറ്റായപ്പോൾ ബാപ്പ അതിനൊരു ഭയങ്കര ഡിസൊല്യൂഷൻഡായി. പിന്നെ പാർട്ടിയിലൊന്നും ഇല്ലാതെ ബാപ്പ KCT നിന്ന് റിട്ടയറായി വിളക്കുപാറയിൽ ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്തത്. ഞങ്ങൾ മൊത്തം 10 പേരാണ്. ഞാൻ 10ാമത്തെ പുത്രനാണ്. അത് 2 പേര് വളരെ ചെറുപ്പത്തിൽ മരിച്ചു. ഞങ്ങളിപ്പോൾ 8 പേരാണുള്ളത്. പ്രാക്ടിക്കൽ പർപ്പസ് ഞങ്ങൾ 8 പേരുണ്ട്. 4 ആങ്ങളമാരും 4 പെങ്ങന്മാരും. എൻ്റെ ബേസിക് സ്കൂളിങ് എല്ലാം വിളക്കുപാറയിലാണ്. വിളക്കുപാറയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെ ഐലറ എന്ന സ്ഥലത്തൊരു സ്കൂളുണ്ട്. ഐലറ ഗവൺമെൻറ് LPS, ഗവൺമെൻറ് UPS. അവിടെയാണ് പഠനം. പിന്നീട് ഹൈസ്കൂള് അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിൽ. എല്ലാ സ്കൂൾ തുറക്കുമ്പോഴും ബാപ്പ കുറേ പുസ്തകക്കെട്ടുകളും യൂണിഫോമുകളും ഉടുപ്പുകളൊക്കെ ആയിട്ട് വരുന്ന ബാപ്പയാണ് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ ബാപ്പയെ പറ്റിയിട്ട്. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസമെല്ലാം ഞങ്ങൾ കായംകുളത്താണ്. അപ്പം ഡിഗ്രി ഞാൻ കായംകുളം പിന്നെ MSM കോളേജിൽ പഠിച്ചു. ഫിസിക്സ് ആണ് ഐച്ഛികവശമായിട്ട് എടുത്ത് പഠിച്ചത് ഞാൻ. എനിക്ക് ഫിസിസിസ്റ്റ് ആകണമെന്നായിരുന്നു വലിയ താല്പര്യം. ഞാൻ കരുതിയത് ഞാൻ ഒരു ഫിസിസിസ്റ്റ് ആകും, സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ ഞാൻ റിസർച്ച് ചെയ്യും, സൂപ്പർ കണ്ടക്റ്റീവ് എലിമെൻറ്റ് ഞാൻ ഇൻവെൻറ്റ് ചെയ്യും, അങ്ങനെ നോബൽ പ്രൈസ് നേടും എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. അതൊരു ഓസ്കാറിലെത്തി നിന്നു എന്ന് പറയുന്നതാവും ശരി. വഴിയിൽ എവിടെയോ വെച്ചിട്ട് നമ്മുടെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മുഖാന്തരമാണ് എനിക്കൊരു പക്ഷേ MSCക്ക് അഡ്മിഷൻ കിട്ടാതിരുന്നത്. ഒന്നും ചെയ്യാനില്ലാതെ അപ്പോൾ ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തു. ട്രിവാൻഡ്രം ലോ കോളേജിൽ ഞാൻ ലോ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ ലോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച കുറേ സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിന് BSc ഫിസിക്സ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4-5 പേര് ചേർന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതുന്നു. അത് എനിക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. ഫോർ മീ ബട്ട് എൻട്രൻസ് എക്സാം വാസ് എ കേക്ക് വാക്ക്, ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ബേസിക് ഫിസിക്സ്. അങ്ങനെ ഞാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുന്നു. അപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുമ്പോൾ ഒരു 3 സ്റ്റേജ് പ്രോസസ്സാണ് എൻ്റെ അഡ്മിഷൻ. ഓൾ ഇന്ത്യ എൻട്രൻസ്, അതൊരു സ്ക്രീനിങ് ടെസ്റ്റ്, പിന്നെ അവിടെ ഈ കുട്ടികളെ വിളിപ്പിച്ചിട്ട് ഒരു 6 ടൈംസ് ഒരു 7 ടൈംസ് കുട്ടികളെ വിളിപ്പിച്ചിട്ട് അവിടെ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് കൊടുക്കും സിനിമയെപ്പറ്റി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ ഈ സ്റ്റേജസൊക്കെ കേട്ട് പേടിച്ചിട്ട് കുറച്ച് നമ്മൾ എങ്ങനെയാണോ IASന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ കുറേ പ്രിപ്പറേഷൻ ചെയ്തു. കോമ്പറ്റീഷൻ സക്സസ് കുറച്ച് വായിച്ചു. പിന്നെ എങ്ങനെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യണമെന്ന് കാര്യമായിട്ട് പഠിച്ചിട്ട് പോയി. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റേജിലെത്തിയപ്പോൾ അവരെന്നോട് ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. എന്താണ് സിനിമ പഠിക്കാൻ കാരണം? അപ്പം ഈ പഠിച്ചു വെച്ച കുറേ ആൻസറുകളുണ്ടല്ലോ, ആ പഠിച്ചു വെച്ച കുറേ ആൻസറുകൾ പറഞ്ഞു. അതിലൊരു പ്രധാനമായിട്ട് പറഞ്ഞത് എനിക്ക് സിനിമ ഉണ്ടാക്കണം, സിനിമ ഉണ്ടാക്കിയിട്ട് ഈ സൊസൈറ്റി ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒക്കെ തോന്നുന്നത്. അവർ പറഞ്ഞു മക്കൾ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ
ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോറ്റു. ആ തോൽവിയാണ് ഒരു പക്ഷേ എന്നെ ഏറ്റവും ഭയങ്കര ഡിസൈസീവായിട്ട് എന്നെ മാറ്റിമറിച്ചത്. ആ തോൽവിയിൽ ഞാൻ കണ്ടെത്തിയത് സിനിമയെ കണ്ടെത്തി. ഇനി എനിക്ക് സിനിമയാണ് പഠിക്കേണ്ടത് എന്ന ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പൂനെയിൽ നിന്ന് തിരിച്ചു വരുന്നത്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന കൺഫ്യൂഷനുള്ള ഒരു സയൻസ് സ്റ്റുഡൻറ്റ് ലോ പഠിക്കുന്നു. ലോ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഓക്കെ എങ്കിൽ ഒരു മിനിമം ഒരു ചീഫ് ജസ്റ്റിസ് ആകണം എന്നുള്ളതാണ് കണക്കൂട്ടൽ. അല്ലെങ്കിൽ നാനി പൽക്കിവാലെ പോലെ ഒരു അഡ്വക്കേറ്റ് ആകണം, കൃഷ്ണയ്യരെ കണക്കൊരു അല്ലെങ്കിൽ കൃഷ്ണയ്യരെ പോലെ മാറ്റങ്ങൾ കുറിക്കുന്ന ഒരു ജഡ്ജായി മാറണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ പോകുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിരിച്ചു വന്നപ്പം അതൊന്നും വേണ്ട, ഞാൻ അതുവരെ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എനിക്കൊരു ആർട്ട് സ്റ്റുഡൻ്റ് ആകണം. ആ ഒരു വർഷം ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എൻ്റെ സെക്കൻഡ് ഇയർ ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഞാൻ പോകാത്ത കവിയരങ്ങില്ല, ഞാൻ പോകാത്ത സംഗീതമേളയില്ല, ഞാൻ പോകാത്ത കലാരംഗങ്ങളില്ല, ഞാൻ പോകാത്ത കവിയരങ്ങില്ല, ഞാൻ കാണാത്ത സിനിമകളില്ല. അതായത് രാവിലെ എഴുന്നേൽക്കുക, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഇന്നത്തെ പരിപാടികളെടുത്തിട്ട് പിന്നെ ന്യൂസ് പേപ്പറിൽ 3-4 ന്യൂസ് പേപ്പർ അന്ന് ഹോസ്റ്റൽ ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ വരും, അതിന് ഞാൻ എടുത്തിട്ട് എൻ്റെ ഒരു ഇന്നത്തെ പരിപാടി ഞാൻ ഉണ്ടാക്കി വയ്ക്കും. മ്യൂസിയം, ടാഗോർ തിയേറ്റർ, അലോൺസ് ഫ്രാൻസ്, റഷ്യൻ കൾച്ചർ സെൻറ്റർ, നിശാഗന്ധി, ഈ സ്ഥലങ്ങളിലെല്ലാം കറങ്ങി ദിവസം ഒരു സിനിമ കാണുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. യൂണിവേഴ്സിറ്റി ലൈബ്രറി, ബ്രിട്ടീഷ് ലൈബ്രറി, കാര്യവട്ടം ക്യാമ്പസിലെ ഫിലിം സൊസൈറ്റി, എൻ്റെ ലോ കോളേജിലെ ഫിലിം സൊസൈറ്റി, ഇതെല്ലാം തട്ടി ഉണർത്തി എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു സിനിമ കാണുക എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങനെ വളരെ സ്ട്രക്ചേർഡായിട്ട് എന്നെ ഒരു വർഷം ഞാൻ കണ്ടക്ട് ചെയ്തു. സയൻസ് പഠിച്ചപ്പോൾ എന്തിനും പിറകിൽ ഒരു ലോജിക്ക് ഉണ്ടാകണം, ആ ലോജിക്ക് നമുക്ക് പ്രൂവ് ചെയ്യണം, അതൊരു ബാക്ക് ഓഫ് മൈൻഡിലുണ്ട്. ലോ പഠിച്ചപ്പോൾ കുറേ ക്രിട്ടിക്കൽ തിങ്കിങ് വന്നു, കുറേ ലൈഫിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തു. സെക്കൻഡിൽ ഇൻ്റർവ്യൂവിൽ പോയി, അവർ അതേ ചോദ്യം ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. രണ്ടാമതെന്താ വന്നതെന്ന് ചോദിച്ചു. ആദ്യം നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്തവണ എന്താ കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഈ സ്റ്റേജിൽ എന്ത് കോൺഫിഡൻസ് ആണോ ഒരു ആസ്പിറൻറ്റിന് ഉണ്ടാകേണ്ട ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡീൻ ചോദിച്ചു, വാട്ട് ഇഫ് ഐ ഫെയിൽ യു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ ബോർഡിൽ 9 പേരുണ്ട്. ഇഫ് യു ഹാവ് എൻ ഇൻറ്റൻഷൻ ടു ഫെയിൽ മീ, ദി അതേഴ്സ് മൈറ്റ് ഹാവ് എൻ ഇൻറ്റൻഷൻ ടു പാസ് മീ, ദെൻ വാട്ട് ഹാപ്പൻസ്? അവരെല്ലാം കൂടെ ഒച്ചത്തിൽ ചിരിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര എന്തിനാണ് ഇത്ര അരഗൻ്റായത്, നീ ലോ പഠിച്ചതിൻ്റെ ഒരു തിമിട്ടല്ലേ ഇത്, അങ്ങനെ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ തോന്നി. അപ്പം അന്ന് വിഷമം തോന്നിയാലും സിനിമ കാണും, സന്തോഷം തോന്നിയാലും സിനിമ കാണും. അങ്ങനെ ഒരു സിനിമ കാണാൻ പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂനെയിലെ അൽക്ക തിയേറ്ററിൽ ഫിഷ് കോൾഡ് വാൻഡ എന്ന സിനിമയാണ് കണ്ടത്. ആ സിനിമ കണ്ട് കുറേ ചിരിച്ചു. പിറ്റേന്ന് പോരുകയാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ പൂനെയിൽ നിന്ന് തിരിച്ചു വരികയാണ്. വൈകുന്നേരം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ച് നടന്നു വരുമ്പോൾ വഴിയിൽ കണ്ട ആരോളം പറഞ്ഞിട്ട് സൗണ്ടിൻ്റെ ലിസ്റ്റ് ഇട്ടോ, നിനക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഗേറ്റിൽ നിന്ന് ഈ ലിസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം വരെയുള്ള നടത്തം തന്നെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വരുന്നു. പിന്നീട് പണ്ടെങ്ങോ 3 Idiots വർക്ക് ചെയ്തപ്പോൾ, നൻപനിൽ വർക്ക് ചെയ്തപ്പോൾ അമീർ ഖാൻ ഉണ്ടായ അതേ അവസ്ഥ. ഏറ്റവും താഴെ ഞാനിങ്ങനെ എണ്ണുകയാണ് എന്നെ. 6 പേരേ ഉള്ളൂ അന്ന്. 6 ജനറൽ മെറിറ്റിൽ 6 പേർക്കേ കിട്ടുള്ളൂ. ഞാനിങ്ങനെ എണ്ണി നോക്കുമ്പോൾ 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 2 ഇല്ല, ഫസ്റ്റ് റാങ്ക്. സോ ഐ ബിക്കേം ദ ടോപ്പർ. അപ്പം അന്ന് മനസ്സിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ 2 സ്കോളർഷിപ്പ് കിട്ടും. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ്. അധികം പൈസ ഒന്നുമില്ല, 500 രൂപ സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ്, 300 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ്. അന്നത്തെ ഹോസ്റ്റൽ ഫീസ് 600 രൂപ. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഒരിക്കലും സമയത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആകെ 500 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി സ്വയം പഠിക്കാം, വീട്ടിൽ നിന്ന് ഇനി പൈസ വാങ്ങിക്കണ്ട. അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് വാപ്പയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഉമ്മയ്ക്ക് ഭയങ്കര താല്പര്യം. ഉമ്മ പറഞ്ഞു, മോനെ നീ പൊയ്ക്കോളാൻ പറഞ്ഞു. ബാപ്പ പറഞ്ഞു, വൈ ആർ യു ജമ്പിങ് അറൗണ്ട് ലൈക്ക് എ മങ്കി, നീ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യല്ലേ.
അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു വന്നിട്ട് വാപ്പയ്ക്കൊരു കത്തെഴുതി, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകണം, ഞാൻ സ്വയം പഠിച്ചുകൊള്ളാം. അതിനുശേഷം ബാപ്പ നോ എന്ന് പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ലോ കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെയാണ് എനിക്ക് സെൻഡ് ഓഫ് തന്ന്, അന്ന് വൈകുന്നേരം ഹോസ്റ്റലിൽ എല്ലാവരും കൂടി വലിയ യാത്രയൊക്കെ എത്തുന്ന അവരെല്ലാം കൂടെ എന്നെ ഒന്ന് ട്രിവാൻഡ്രത്തുനിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ പൂനെക്ക് വണ്ടി കയറ്റി വിട്ടു. അങ്ങനെയാണ് ആ യാത്ര തുടങ്ങുന്നത്. ആ യാത്ര ഇപ്പോഴും തുടരുന്നു. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ എനിക്ക് സിനിമാക്കാരനാകണം എന്ന ആവേശത്തിലാണ് പോകുന്നത്. സിനിമയാണ് എന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടെത്തിച്ചത്. അതിൽ ശബ്ദം, അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമായിട്ടാണ് ഞാൻ കണ്ടത്. കാര്യം എനിക്ക് ഫിസിക്സ് നന്നായി അറിയാം. അപ്പോൾ എൻട്രൻസിൽ ഞാൻ ടപ്പന കയറും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കിട്ടുന്ന ഇൻപുട്ട് ഒരുപോലെ തന്നെ. ഡയറക്ഷൻ ഷുണ്ടോ ക്യാമറ ഷുണ്ടോ അങ്ങനെ വ്യത്യാസമില്ല. കാര്യം ഫസ്റ്റ് 1 ഇയർ കോമൺ കോഴ്സാണ്, എല്ലാവരും എല്ലാം പഠിക്കണം. അപ്പോൾ ഒരു മുഴുവൻ സിനിമക്കാരനാകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അവിടെ പോകുന്നത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പിന്നെ ഡയറക്ഷനിലായിരുന്നു. പിന്നെ ക്യാമറ വലിയ ഇൻട്രസ്റ്റ്. ഐ വാസ് എ ബെസ്റ്റ് ക്യാമറ സ്റ്റുഡൻറ്റ് ഇൻ മൈ ഫസ്റ്റ് ഇയർ. മൈ പ്രോജക്ട്സ് വാസ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. അപ്പോൾ അത് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് സൗണ്ട് സ്റ്റുഡൻ്റാണ് ഏറ്റവും നല്ല ക്യാമറ ഒക്കെ, ഏറ്റവും കൂടുതൽ ക്യാമറ പ്രാക്ടിക്കൽസിനും എക്സസൈസിനൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന സൗണ്ട് സ്റ്റുഡൻറ്റാണ്. സൗണ്ട് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുന്നത്. അത് ഫിസിക്സും ഇലക്ട്രോണിക്സും പിന്നെ തമ്മിലൊരു സമന്വയം, എസ്തെറ്റിക്സ്. അതായത് സിനിമയിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി അറിഞ്ഞിരിക്കേണ്ടത് സൗണ്ട് സ്റ്റുഡൻസാണ്. ഈ ടെക്നോളജിയും ടെക്നിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സിനിമ ചെയ്യുന്നതിന് ഒരു ടെക്നിക്കുണ്ട്. അത് എല്ലാ ക്രാഫ്റ്റും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ളതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു അസിസ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സൗണ്ട് സിനിമയിൽ കയറാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും എൻ്റെ 4th സെമസ്റ്റർ 5th സെമസ്റ്റർ ഈ സെമസ്റ്ററിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഗഹനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ഈ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ഡെവലപ്മെൻറ്റും 60s മുതൽ നമ്മൾ ഒരു ഡിജിറ്റൽ ടെക്നോളജി, ഞാൻ അനലോഗ് ടെക്നോളജിയുടെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ബാച്ചാണ്. ഇതുവരെയുള്ള ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിലുള്ള കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് മ്യൂസിക് ഇൻഡസ്ട്രി മുഖാന്തരം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പം നമ്മൾ ക്യാമറ എടുത്ത് നോക്കിയാൽ PS ലേറ്റൻ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വിഷ്വൽ ആർട്ടിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് നീഡ്സിന് വേണ്ടി സോണി ഡെവലപ്പ് ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന പണ്ടത്തെ യുമാറ്റിക്, ലോ ബാൻഡ്, ഹൈ ബാൻഡ്, ബീറ്റക്യാം, സോണിയുടെ കംപ്ലീറ്റ് ഒരു ഇലക്ട്രോണിക് വിഷ്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റിൻ്റെ നീഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതേപ്പറ്റിയൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ടെക്നോളജി അതിലേക്കുള്ള ഒരു ഡീപ്പ് ഡൈവിങ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. സിനിമയിൽ ഏറ്റവും അധികം പഠിക്കേണ്ട വിഭാഗം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട വിഭാഗം. അപ്പോൾ നമ്മളൊരു ഡോക്ടർ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ലോയർ പ്രൊഫഷൻ, നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉള്ള ഒരു വിഭാഗം സൗണ്ടാണ്. കോൺസ്റ്റൻ്റ്ലി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഇന്ന് ടുഡേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ AI, what is happening elsewhere in the world, what are the new technologies, what are the new app, today I can create my own app, I can develop my own codec. പക്ഷേ അതെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത് നമുക്ക് സൗണ്ടിലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി. എൻ്റെ ലാസ്റ്റ് ഇയറിലാണ് ഞാൻ ആക്ച്വലി സൗണ്ടിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്ഷൻ സംഭവം മാറ്റി വയ്ക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ സ്പെഷ്യലൈസേഷനിലേക്ക് ഞാൻ ഡീപ്പ് ഡൈവ് ചെയ്യണം. എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കുന്നത്, അത് എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഇന്നതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇന്ത്യൻ സിനിമയെ കുറച്ച് കാണിക്കുന്നത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും ഒരു സാധാരണ ഒരു യൂറോപ്യൻ ഫിലിം ഒരു ഇന്ത്യൻ സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് യഥാർത്ഥമായിട്ട് തോന്നിയത് അവർ സൗണ്ട് ചെയ്തിരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സിനിമയെല്ലാം ഡബ് ചെയ്യുന്നു. അവർ ഡബ്ബിങ് എന്ന കൺസെപ്റ്റേ ഉണ്ടാക്കിയിട്ടില്ല. ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്തിട്ട് ഡബ്ബിങ് ഇല്ലാതെ ഇപ്പോഴും എങ്ങനെയാണോ ഒരു സൗണ്ട് സിനിമയിൽ എത്തിയത് അതേ ലെവലിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ
ആക്ടേഴ്സിനെ അവർ ആക്ടേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ആക്ടേഴ്സിനെ മൈമേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് ഒരു ഓഡിയൻസിനോട് ചെയ്യുന്ന ജസ്റ്റിഫിക്കേഷൻ അല്ല, യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല അവരോട്. അപ്പോൾ ഇത് 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 ഫോളിയാണ്, ഇത് 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 ഫോണിയാണ്, ഇത് ഇത് ആൾക്കാരെ ഓഡിയൻസിന് ഒരുമാതിരി ചീറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ലൈവ് സൗണ്ട് എന്നൊരു കൺസെപ്റ്റ് എനിക്ക് ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവരണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അന്ന് അതിന് തക്കതായ ഒരു മൈക്രോഫോൺസ് ഇല്ല ഇന്ത്യയിൽ, അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നിട്ടില്ല, ഡിജിറ്റൽ തുടങ്ങിയിട്ടേ പോലുമില്ല. 1-2% സിനിമകൾ, പിന്നെ ഇന്ത്യയിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന ഫോറിൻ സിനിമകൾ, ഇതൊക്കെ മാത്രമാണ് ലൈവ് സൗണ്ട് ചെയ്യുന്നത്. ഡോക്യുമെൻ്ററീസ്. ഞാൻ ഇറങ്ങിയ സമയം ഒരു ഭയങ്കര ഒരു ഡിസൈസീവ് ടൈമായിരുന്നു. ആ സമയത്താണ് സാറ്റലൈറ്റ് ടെലിവിഷൻ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ടെലിവിഷൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന മൈൻഡ് സെറ്റ് ടെലിവിഷൻ ചെയ്യില്ല, ടെലിവിഷൻ ഈസ് നോട്ട് മൈ ഫോർമാറ്റ്, ആർ ഫോർമാറ്റ് ഈസ് ബിഗ് സ്ക്രീൻ, സിൽവർ സ്ക്രീൻ. അപ്പോൾ ടെലിവിഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മനഃപൂർവ്വം മാറ്റിവെച്ചു. ചെയ്യില്ല, ടെലിവിഷൻ ഒരിക്കലും ചെയ്യില്ല. പിന്നെ അതൊക്കെ പിന്നീട് മാറ്റി പറഞ്ഞു. പിന്നീട് സിനിമയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റഡി ടൂറിനായിട്ട് പോകുമ്പോൾ ഇത് സിനിമയിൽ ആരെങ്കിലും ചെയ്യാൻ തയ്യാറുണ്ടോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള അന്വേഷണമാണ്. ആരും ചെയ്യുന്നില്ല. ദേ ലുക്ക് അറ്റ് യു ആസ് ലൈക്ക് സം ക്രേസി ഗൈസ് ഓഫ് കമൻ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാര്യം സ്ക്രിപ്റ്റ് പോലും നമ്മൾ ഫൈനലാക്കിയിട്ടല്ല സിനിമ തുടങ്ങുന്നത്. പിന്നെ ഒരു കഥ ഉണ്ടാക്കുന്നു, കഥ പറയുന്നു, ആക്ടറൊക്കെ പറയുന്നു, പോയി പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങുന്നു സംഭവം. സൗത്തിൽ പോയി, എങ്ങുമില്ല. ഞാൻ സൗത്തിൽ പോയി കമലഹാസനെ കണ്ടു. കരുതി കമലഹാസനായിരിക്കും ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ചെയ്യുക. ഞാൻ അന്ന് പോയി വേറൊരു ഫ്രണ്ട് വഴി ഞാൻ കമലഹാസനെ പോയി കാണുന്നു. അന്ന് കമലഹാസൻ ചാച്ചി 420 എന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ കമൽ സാറിനോട് സിംഗ് സൗണ്ടിനെ പറ്റിയിട്ടും അതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയൊക്കെ ഞാൻ കമൽ സാറിനോട് പറയുന്നു. അപ്പോൾ കമൽ സാറിന് വളരെ നന്നായിട്ട് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ കമൽ സാറ് പറഞ്ഞത്, റസൂൽ, ഞാൻ തമിഴ് സിനിമ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിയിട്ട് തമിഴ് സിനിമയിൽ നമുക്ക് മനീഷ കൊയ്രാള വേണം, അതാണ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ അവർ ഭാഷ സംസാരിക്കത്തില്ല. അപ്പോൾ ഭാഷ സംസാരിക്കാത്ത ആളിനെ വെച്ച് നമ്മളെങ്ങനെ സിംഗ് സൗണ്ട് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, റഷ്യൻ സിനിമ, ഉക്രൈനിൽ നിന്നുള്ളതും താജിക്കിസ്ഥാൻ എന്നുള്ളതും ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ആളുകളൊക്കെ റഷ്യൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും സംസാരിക്കുന്ന ഭാഷ യഥാർത്ഥ റഷ്യൻ ഭാഷ അല്ല, എങ്കിലും ഒരു സിനിമ ചെയ്യുന്നില്ലേ? അപ്പോൾ എല്ലാത്തിനും സൊല്യൂഷനുണ്ട്, ചെയ്യാനുള്ള ഇത് മാത്രമേ. പക്ഷേ കുറേ അയച്ചിട്ട് പറഞ്ഞു, ഓക്കെ, ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ആളാണ്, അദ്ദേഹത്തിനെ പോയി കാണാൻ പറഞ്ഞു. അത് വർക്കൗട്ടായില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഡിസല്യൂഷൻഡായി. ഞാൻ ബോംബെയിൽ എൻ്റെ ഇഫി, അന്നത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അന്ന് ഗോവയിലേക്ക് അത് പെർമനൻ്റായിട്ട് മാറുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഓരോ സിറ്റി ചെയ്ത് ട്രാവൽ ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഫിലിം ഫെസ്റ്റിവൽ എന്ന് ഞാൻ മനസ്സിൽ കരുതി കാണാൻ വന്നു. സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ദ ഫെസ്റ്റിവൽ സംബഡി കോൾഡ് മൈ നെയിം ഔട്ട് ഫ്രം ഹീറോസ് സിനിമയിൽ നിന്ന്. ഞാൻ പുറത്തു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് ഒരു ഷൂട്ടിങ്ങിന് പോകാൻ പറ്റുമോ? സിംഗ് സൗണ്ടാണ്, ലൈവ് സൗണ്ടാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സൗണ്ട് റെക്കോർഡ് ഇസ് സ്റ്റക്ക് ഇൻ സ്കോട്ട്ലൻഡ്, ക്യാൻ യു ഗോ? ഞാൻ പറഞ്ഞു, പോകാമല്ലോ. അപ്പോൾ സിംഗ് സൗണ്ടിനെ പറ്റിയിട്ടുള്ള നമ്മൾ അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതൊക്കെ അല്ലാതെ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എങ്ങനെ ഒരു ഷൂട്ടിംഗ്, ഒരു പ്രൊഫഷണൽ ഷൂട്ടിംഗ് രംഗത്ത് എങ്ങനെ നമ്മളെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. സൗണ്ട് എന്താണെന്നറിയാം, മൈക്രോഫോൺസിനെ പറ്റി അറിയാം, ടെക്നോളജി അറിയാം, ഇതല്ലാതെ ഒരു ഐഡിയയും അറിയത്തില്ല. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ പോകും? അപ്പം ഞാൻ താമസിക്കുന്ന അന്തേരിയിൽ സുഹൃത്തിൻ്റെ കൂടെ, ഫോണില്ല, യാതൊരു കോൺടാക്റ്റിന് യാതൊരു മാർഗ്ഗമില്ല. അയാൾ പറഞ്ഞു, എൻ്റെ സൂപ്പർ സീനിയറാണ്, പക്ഷേ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. മീര നായറിൻ്റെ അസിസ്റ്റൻ്റാണ്. കൈ പിടിച്ചിട്ട് എന്നെ നേരെ ഫാഷൻ സ്ട്രീറ്റിൽ കൊണ്ടുപോയി. ഫാഷൻ സ്ട്രീറ്റിൽ പോയിട്ട് അവിടുന്ന് കുറേ ഉടുപ്പുകളും പാൻറ്റും ഒക്കെ വാങ്ങി അതൊരു പ്ലാസ്റ്റിക് സഞ്ചിയിലിട്ട് ഞങ്ങൾ വൈകുന്നേരം ബസ് കയറി ഉരൻ എന്നൊരു സ്ഥലത്ത് പോയി. അതാണ് എൻ്റെ ആദ്യത്തെ യാത്ര. വളരെ യാദൃച്ഛികമായിട്ട്, ഇനി സിനിമയിലേക്കില്ല, തിരിച്ചു പോയി ഞാൻ എൻ്റെ ലോ ഫൈനൽ ചെയ്യാം എന്ന് കരുതി ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ യാദൃശ്യമായിട്ടൊരാളെ വിളിക്കുന്നു, ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ നിന്ന് ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. In 2004, when Black came out,
That's when the industry actually sat up and noticed, oh, a good sound is also good production value. 97, 98, 99, 2000 ആ കാലഘട്ടത്തിൽ ഐ യൂസ് ടു ഡു എ ലോട്ട് ഓഫ് ഇന്ത്യൻ മെയ്ഡ് ഇംഗ്ലീഷ് ഫിലിംസ്. ആ ഒരു സമയത്താണ് ഒരു അർബൻ സ്റ്റോറീസ് ഓഫ് ഇന്ത്യൻ സിനിമ സ്റ്റാർട്ട് കമ്മിങ് ഔട്ട്. അന്ന് ചെയ്തിരുന്ന സിനിമകളുടെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഞങ്ങൾ ലണ്ടനിലാണ് ചെയ്തത്. സോ ദ ഡിജിറ്റൽ ടെക്നോളജി ജസ്റ്റ് എമേർജ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് കമ്മിങ് ഇൻ. സോ സിങ്ക് സൗണ്ട് മിക്സ് ചെയ്ത് ഇന്ത്യൻ മിക്സേഴ്സിന് അധികം പരിചയം ഉണ്ടായിരുന്നില്ല. സോ ഓൾ ദോസ് ഫിലിംസ് ഐ ഗോട്ട് എ ചാൻസ് ടു ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ ലണ്ടൻ. 4-5 സിനിമകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയത്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന സിനിമകളെല്ലാം ഒരു 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 നിഷ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമകളാണ്, വളരെ നിഷ് ഓഡിയൻസുള്ള സിനിമ. അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ട് എനിക്കൊരു ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ഐ ഹാവ് ടു ഡു മെയിൻ സ്ട്രീം ഹിന്ദി സിനിമ. ഐ ഹാവ് ടു കൺവിൻസ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. അങ്ങനെയാണ് ഞാൻ സഞ്ജയ് ലീല ബൻസാലിയുടെ ബ്ലാക്ക് എന്ന സിനിമയിൽ എത്തിപ്പെടുന്നത്. അപ്പം സഞ്ജയ് എന്നോട് സ്ക്രിപ്റ്റ് തന്നിട്ട് പറഞ്ഞു, ഇത് ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള മ്യൂട്ടായ ആൾക്കാരെ പറ്റിയുള്ള സിനിമയാണ്. അപ്പോൾ ഞാൻ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ് വി ഷുഡ് ഡു ലൈവ് സൗണ്ട്, സിങ്ക് സൗണ്ട്. കാര്യം സാധാരണ നമ്മൾ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഡെഫ് ആൻഡ് ഡംപിനെ പറ്റിയിട്ടുള്ള നമുക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. ആ ധാരണ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യിക്കും. അത് ചെയ്യാതെ അവരുടെ ഓരോ മൂവ്മെൻറ്റും, അവരുടെ ഓരോ ബ്രെത്തും, അവരുടെ ഓരോ ചലനങ്ങൾ, കാരണം ഈ ടച്ച് സെൻസേഷനാണ്, ഇത് വെച്ചിട്ടാണ്. ഈ ടച്ച് വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് സിങ്ക് സൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സഞ്ജയെ കൺവിൻസ് ചെയ്യുന്നു. ഞങ്ങൾ ആ സിനിമ സിങ്ക് സൗണ്ട് ചെയ്യുന്നു. ഞാനും എൻ്റെ സീനിയറായ സതീഷ് പി എമ്മും കൂടെ ചേർന്നിട്ട് ബോംബെയിൽ ആദ്യത്തെ സൗണ്ട് ഡിസൈൻ റൂം, അതൊരു സ്റ്റുഡിയോ, സൗണ്ട് ഡിസൈനിങ് വേണ്ടി മാത്രം ഒരു സ്റ്റുഡിയോ നമ്മൾ കെട്ടിപ്പടുത്തു. ഫയർഫ്ലൈസ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ അവിടെ ഞാൻ ഓരോ റീൽ ഡിസൈൻ ചെയ്തിട്ടും ഡയറക്ടറെ വിളിച്ച് കേൾപ്പിച്ചു കൊടുക്കും, ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് കാണുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? പുള്ളി ഇത് കേട്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടുകയാണ്, അത് ഇങ്ങനെ ഒക്കെ ഒരു പോസിബിലിറ്റി ഉണ്ടോ സൗണ്ടിന്. അങ്ങനെ നമ്മൾ ആ സിനിമ മിക്സ് ചെയ്യുന്നു. ആ സിനിമ കൊമേഴ്ഷ്യൽ റിലീസാവുന്നു. ഹൈലി ക്രിട്ടിക്കലി അക്ലൈംഡ് ആകുന്നു. ആൾക്കാർ സിനിമയെപ്പറ്റി സംസാരിക്കുന്നു, സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നു. ആദ്യമായിട്ട് ഒരു അമേരിക്കൻ സിനിമാറ്റോഗ്രാഫർ മാഗസിനിൽ ഒരു സിനിമയുടെ ശബ്ദത്തെപ്പറ്റി മെൻഷൻ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ സിനിമ അത് ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെയാണ് ഇറ്റ്സ് ബിക്കം ലൈക്ക് എ booming thing that happened in Indian cinema. I created an atmosphere where, and I did educate the entire industry towards making quieter set, towards creating an atmosphere where actors come learning their lines, which means the film is written well before the shooting begins. So we all have plannings. സോ ഭയങ്കര സ്ട്രക്ചേർഡ് ഒരു പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഒരു സിനിമയുടെ ഈ ഷോട്ട് ഏത് സമയം എടുക്കണം എന്നുള്ള തീരുമാനം ക്യാമറമാൻ മാത്രമല്ല, സൗണ്ട് റെക്കോർഡ്സും കൂടെ ചേർന്ന്, സൗണ്ട് റെക്കോർഡ്സും ഡയറക്ടറും ക്യാമറമാനും ചേർന്നൊരു യൂണിറ്റ് തീരുമാനിക്കുന്ന ഒരു സമയത്തിലേക്ക്, അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് ഇന്ത്യൻ സിനിമ പോയി. ഇപ്പോൾ ഞാൻ when I look back in the last 15 years, ഞാൻ തുടങ്ങുമ്പോൾ 2% പോലും ആളുകൾ ഒരു സിങ്ക് സൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്നൊരു 45-55% ഓഫ് ഹിന്ദി സിനിമ, ഇന്ത്യൻ സിനിമ ഈസ് നൗ ഡൂയിങ് ലൈവ് സൗണ്ട്. മലയാളം ഒക്കെ ലൈവ് സൗണ്ടിലേക്ക് മാറി. ഉണ്ടായിരിക്കുന്ന റെവല്യൂഷണറി ചേഞ്ചസ് നോക്കൂ. എത്രയോ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇതിലേക്ക് വന്നു. ഭയങ്കര സ്റ്റഡീഡായ ഒരു ക്രാഫ്റ്റായിട്ട് ഇത് മാറി. സോ ഐ സീ ദാറ്റ് ആസ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് ദാറ്റ് ഐ മെയ്ഡ്. I see that as the biggest contribution that has been done.